പ്രതീക്ഷിച്ച സ്ഥലങ്ങളിൽ പോലും മുന്നേറ്റമുണ്ടാക്കാൻ സാധിക്കാതെ വന്നത് എന്ത് കൊണ്ടായിരിക്കും? മോദി ഫാക്ടർ തന്നെയല്ലേ പ്രധാന ഘടകം? മോദി വീണ്ടും അധികാരത്തിൽ തുടരണം, ഇവിടെ ഭരണത്തിൽ സുസ്ഥിരത ഉണ്ടാവണം, മാത്രമല്ല ദേശദ്രോഹികളുടെ ചങ്ങാത്തമുള്ളവർക്ക് അവർക്കൊരു കനത്ത ആഘാതം ഏൽപ്പിക്കണമെന്ന് ഭാരതത്തിലെ വോട്ടർമാർ വീണ്ടും അവർ ചിന്തിച്ചു, അവർ അവരുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. അങ്ങനെയല്ലേ കാണേണ്ടത് ചുരുക്കത്തിൽ? യെസ്, അങ്ങനെ തന്നെയാണ്. കാരണം പോസിറ്റീവ് വോട്ട്, ആന്റി ഇൻകംബൻസി എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അതായത് 2019 തെരഞ്ഞെടുപ്പിലും അതില്ല, ഇപ്പോഴും ഇല്ല. കാരണം ഗവൺമെന്റ് എന്തെങ്കിലും ദ്രോഹം ചെയ്തു, അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ കഴിവുകേടുണ്ടായി, ഗവൺമെന്റിന് പരാജയമുണ്ടായി, അങ്ങനെ ഒരു ആരോപണം പ്രതിപക്ഷം പോലും കാര്യമായിട്ട് ഉന്നയിച്ചിട്ടില്ല. കുറെ ഫേക്ക് ആയിട്ടുള്ള കുറെ തിയറികളും കുറെ കാര്യങ്ങളും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ കൂടെ പ്രതിപക്ഷം പറഞ്ഞു നടന്നതല്ലാതെ ഗ്രൗണ്ടിൽ ചെന്ന് ഗവൺമെന്റിനെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കാൻ അവർക്ക് പറ്റിയില്ല. അവരതിന് ശ്രമിച്ചിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ദേശാഭിമാനി അത് ട്രോൾ ചെയ്തതാണ്, ഇന്ത്യ നേടും എന്നുള്ളത് ട്രോൾ ചെയ്തതാണ്. ഇവിടുത്തെ കോൺഗ്രസ്സുകാരെയും UDF-കാരെയും മനഃപൂർവ്വം കളിയാക്കാൻ വേണ്ടി അവരെ ഒരു 3 ദിവസവും കൂടെ പമ്പ് ചെയ്ത് നിർത്താൻ വേണ്ടി ദേശാഭിമാനി ചെയ്ത ഹെഡിങ് ആണത്. അതിന് അവരെ അഭിനന്ദിക്കുന്നു ആ ഹെഡിങ് ഇട്ടതില്ല. ഈ കേരളത്തിലെ ദേശാഭിമാനിയും LDF ഒന്നും ഇന്ത്യ അലയൻസിൽ ഇല്ല, ഉണ്ടെന്ന് അവർ പറഞ്ഞതേ ഉള്ളൂ, അവർ കൂട്ടിയിട്ടുമില്ല. പക്ഷെ ബാക്കി 27 സ്റ്റേറ്റുകളിൽ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രകടന പത്രിക പറയുന്നത് ഇന്ത്യൻ ആർമിയുടെ ന്യൂക്ലിയർ കേപ്പബിലിറ്റീസും മിസൈലും എല്ലാം എടുത്തു കളയും, ചുമ്മാ ക്രിക്കറ്റ് കളി കാണുന്ന പോലെ ആർമി ഗാലറിയിൽ ഇരുന്നാൽ മതി എന്നുള്ളതാണ് കമ്മ്യൂണിസ്റ്റുകളുടെ ഇവിടുത്തെ പ്രകടന പത്രികയും കാര്യങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ ജനങ്ങൾ കരുതുന്നതും അത്രയേ ഉള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ പക്ക രാജ്യവിരുദ്ധതയാണ് പറയുന്നത്. ഒരു രാജ്യത്തിന്റെ ആയുധങ്ങൾ ഇല്ലാണ്ടാക്കും, ആയുധശക്തി ഇല്ലാണ്ടാക്കും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത്രയും മോശമായ ഒരു പ്രകടന പത്രികയാണ് അവർ ഇറക്കിയിരുന്നത്. അവരെ ആരും പരിഗണിച്ചിട്ട് പോലുമില്ല. അല്ല, പ്രകടന പത്രികയിൽ ദേശവിരുദ്ധത മാത്രം അല്ലേ? ദേശവിരുദ്ധത കുത്തിനിറച്ചൊരു പ്രകടന പത്രിക ഒറ്റ നോട്ടത്തിൽ അങ്ങനെ കാണാൻ പറ്റൂ? അതെ, അതായത് പണ്ട് ജവഹർലാൽ നെഹ്റുവിന് പ്രധാനമന്ത്രി പദം കിട്ടിയപ്പോൾ പുള്ളി പറഞ്ഞു ഇന്ത്യക്ക് സൈന്യവും വേണ്ട, ആയുധം വേണ്ട, നമുക്ക് ശത്രുക്കൾ ആരുമില്ല, അതുകൊണ്ട് നമ്മൾ ആർക്കും ശത്രുതയ്ക്ക് പോകുന്നില്ല, നമ്മൾ ചുമ്മാ ഇരുന്നാൽ മതി, പോലീസ് മാത്രം മതി എന്ന് പറഞ്ഞു. പക്ഷെ 1/3 ഭാഗം ഇന്ത്യയുടെ ഭാഗം ചൈന കൊണ്ടുപോയി, ടിബറ്റും ആ ഭാഗവും എല്ലാം അങ്ങോട്ട് കൊണ്ടുപോയി. പിന്നെ നമുക്ക് കിട്ടേണ്ടിയിരുന്ന മാലിദ്വീപ് ടർക്കി കൊണ്ടുപോയി, നമുക്ക് കിട്ടേണ്ടിയിരുന്ന ലക്ഷദ്വീപ് പാകിസ്ഥാൻ കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ തിരുവിതാംകൂർ രാജാവിന് നട്ടലുണ്ടായിരുന്ന കാരണം ലക്ഷദ്വീപ് നമുക്ക് കിട്ടി, കച്ചദ്വീപ് പിന്നീട് പോയി, പിന്നെ ബാക്കിയുള്ള ദ്വീപുകളെല്ലാം പോയി. അപ്പൊ ഇതെല്ലാം കാണിക്കുന്നത് രാജ്യം സുശക്തമാകണം, അത് സംരക്ഷിക്കാനുള്ള ശക്തി നമ്മുടെ രാജ്യത്തിന് ഉണ്ടാകണം. അപ്പൊ അത് എടുത്തു കളയുമെന്നൊക്കെ പ്രകടനപത്രികയെ പറയുക, എന്നിട്ട് പല്ല് വിളിച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ വോട്ടിന് ചെയ്താൽ ആരാ അവരെ പരിഗണിക്കുന്നത്? ഇപ്പൊ ഈ കേരളത്തിൽ ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം അവർ ഓൾമോസ്റ്റ് ഫിനിഷ്ഡായി. അത് എല്ലാ സർവേയിലും ഇടതുമുന്നണിയുടെ വോട്ടും ഉണ്ടായിരുന്ന കനൽത്തരി കൂടെ കെടുമെന്നാണ് പറയുന്നത്. അപ്പൊ അതേ സംബന്ധിച്ച് ഇനിയിപ്പോ ഒരു ദിവസവും കൂടെ ഉള്ളൂ, അതെന്തായാലും ആട്ടെ. കാരണം അവർ നാഷണലി അവർക്കൊരു റെലവൻസ് ഇല്ല, അവരൊക്കെ കിട്ടുകയോ കിട്ടാണ്ടിരിക്കുകയോ ചെയ്യുന്നത് നാഷണൽ റിസൾട്ടിനെ ബാധിക്കുന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തെ പറ്റി ചർച്ച ചെയ്യേണ്ട ആവശ്യം പോലും ഇല്ല. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പറ്റിയത് അവർ 5 വർഷം റിസർച്ച് ചെയ്തിട്ട് പോസിറ്റീവായിട്ട് ജയിക്കാനല്ല ശ്രമിച്ചത്. അവരെന്താ ചെയ്ത കള്ളത്തരം എന്ന് ചോദിച്ചാൽ, അംബേദ്കറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ SC ST OBC പിന്നീട് മണ്ഡൽ കമ്മീഷനും വഴി നേടിയിട്ടുള്ള സംവരണം, ആനുകൂല്യങ്ങള്, സ്കോളർഷിപ്പ്, അങ്ങനെ കുറെ അധികം ബെനിഫിറ്റ് ഉണ്ട്. ആ ബെനിഫിറ്റ് ഇവിടെ ജീവിക്കുന്ന ജിഹാദികൾക്കും പുറത്തുനിന്ന് വരുന്ന ജിഹാദികൾക്കും കൊടുക്കണമെന്നും പറഞ്ഞുള്ള നിയമം കൃത്യമായിട്ട് ഈ UPA ഭരിക്കുന്ന എല്ലാ സ്റ്റേറ്റുകളും അല്ല നിങ്ങൾ ജിഹാദികൾ എന്ന് ഉദ്ദേശിക്കുന്ന ആരെ കൊണ്ടാ? ജിഹാദികൾ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംവരണം ഉണ്ടോ? കിട്ടുന്നുണ്ടല്ലോ. സംസ്കാരത്തോട് സംസാരിക്കണം. സംസ്കാരം ബാക്കിയുള്ളവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? പള്ളിയിലത്തിന് പൂജാരിക്കും ശമ്പളം കിട്ടുന്നുണ്ടോ? ഞാൻ പറയുന്നത് അത്രേ ഉള്ളൂ. അതായത് പള്ളിയിലത്തിനും പൂജാരിക്കും ശമ്പളം കിട്ടുന്നുണ്ടോ? പിന്നെ ഈ സംവരണം കിട്ടുന്നവരല്ല ജിഹാദ് നടത്തുന്നത്. വേറെ ആരാ ഇവിടെ ജിഹാദ് നടത്തുന്നത്? വേറെ ആരാ? ഇവിടെ PFIക്കാർ കുറെ പേര് അകത്തുണ്ടല്ലോ. PFIക്കാർ ആദ്യം PFIക്കാർക്ക് ജാമ്യം വാങ്ങിക്കണേ. 1.5 വർഷമായിട്ട് PFIക്കാർ ജയിലിൽ കിടപ്പുണ്ട്. ആദ്യം അവർക്കൊരു ജാമ്യം കിട്ടുമെന്ന് നോക്ക്. PFIക്ക് ജാമ്യം കിട്ടിയ കൂടുതൽ ഗുണാർ വെച്ചാലും ആദ്യം PFIക്കാർക്ക് ജാമ്യം എടുക്കും.
ആദ്യം PFI ക്ക് ജാമ്യം എടുക്കും. ഇന്ത്യയിലെ മറ്റ് പിന്നെ അമേരിക്കക്കാരാണോ അവര്? പിന്നെ അമേരിക്കക്കാരാണോ PFIക്കാര്? PFIക്കാർ അമേരിക്കക്കാരാണോ? ഇവിടെ ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നടത്തുന്ന അമേരിക്കക്കാരാണോ? ലവ് ജിഹാദും നാർക്കോട്ടിക് ജിഹാദും നടത്തുന്ന അമേരിക്കക്കാരാണോ?